കുടിവെള്ള ആവശ്യത്തിന് നിർമ്മിച്ച തടയണയിൽ നിന്ന് കാർഷിക ജലസേചനത്തിന് വെള്ളം തുറന്നുവിടാൻ പോലീസ് സംരക്ഷണയോടെ ബാക്കിക്കയം ഷട്ടർ തുറക്കാനെത്തിയ ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ തടഞ്ഞു. കഴിഞ്ഞ ദിവസം രാവിലെയാണ് തടയണയ്ക്ക് താഴെ വരുന്ന താനൂർ, തിരൂരങ്ങാടി മണ്ഡലങ്ങളിലെ വെഞ്ചാലി, ചെറുമുക്ക്, കുണ്ടൂർ, മോര്യാക്കാപ്പ് പാടശേഖരങ്ങളിലെ നെൽകൃഷിക്ക് വെള്ളം ലഭിക്കുന്നില്ലെന്ന കാരണം പറഞ്ഞ് ഉദ്യോഗസ്ഥർ ഷട്ടർ തുറക്കാനെത്തിയത്. വിവരമറിഞ്ഞ് ബാക്കിക്കയത്ത് നിന്ന് വിവിധ കുടിവെള്ള പദ്ധതികൾക്ക് ജലം ശേഖരിക്കുന്ന വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഹസീന ഫസൽ, ഓഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് യൂസുഫ് കൊടിയങ്ങൽ, എടരിക്കോട് പ്രസിഡന്റ് ഫസലുദ്ദീൻ തയ്യിൽ, മുൻ പ്രസിഡന്റ് ജലീൽ മണമ്മൽ, ഒതുക്കുങ്ങൽ പ്രസിഡന്റ് കടമ്പോട്ട് മൂസ ഹാജി, പറപ്പൂർ പ്രസിഡന്റ് V സലീമ ടീച്ചർ, പെരുമണ്ണ ക്ലാരി പ്രസിഡന്റ് ഷംസു പുതുമ, തെന്നല പ്രസിഡന്റ് K അബ്ദുൽ ഗഫൂർ, കണ്ണമംഗലം പ്രസിഡന്റ് UM ഹംസ, വിവിധ പഞ്ചായത്ത് അംഗങ്ങളായ യൂസുഫ് അലി വലിയോറ, കുറുക്കൻ മുഹമ്മദ്, EK സൈദുബിൻ, M ആസിയ മുഹമ്മദ്, AK നഫീസ, വേങ്ങര പ്രസിഡന്റ് NT ഷെരീഫ്, പെരുമണ്ണ പ്രസിഡന്റ് പൊതുവാത്ത് മുസ്തഫ, മെമ്പർ വടേരി കരീം ഹാജി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. കാലത്ത് ഏറ്റവും അധികം പ്രധാനം കൊടുക്കേണ്ട ഒരു വിഷയമാണ്. ആ കാലത്ത് 2019 കാലഘട്ടങ്ങളിലെ നമ്മുടെ ചുറ്റുഭാഗം മുഴുവൻ ലോറികളിൽ വെള്ളം കൊണ്ടുവന്നൊരവസ്ഥ നമ്മൾ വളരെ ദയനീയമായി കണ്ടിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ അതിൽ വളരെ വിഷമം അനുഭവിച്ചുകൊണ്ടാണ് അന്നത്തെ കാലത്ത് കുടിവെള്ളം എന്ന സംഭവം ലോറിയിൽ എത്തിച്ചിരുന്നത്. എന്നാലും തല്ലും പിടിയും തീരാത്ത പ്രശ്നങ്ങളായിരുന്നു. ആ പ്രശ്നത്തിന് ബഹുമാന്യനായ അന്നത്തെ 2 മന്ത്രിമാര്, നമ്മുടെ അബ്ദുറബ്ബ് സാഹിബും അതുപോലെ തന്നെ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബും വളരെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിൽ അവര് ബന്ധപ്പെട്ട് അതിന് ഗൗരവം കണക്കാക്കി 2 പേരും ചേർന്ന് ഈ തടയണക്ക് വേണ്ടി പരിശ്രമിക്കുകയും ഈ തടയണ ഇവിടെ വരികയും ചെയ്തു. നമ്മുടെ എല്ലാ പഞ്ചായത്തുകളുടെയും ജനങ്ങൾക്കുള്ള കുടിവെള്ള പ്രശ്നം തീരുന്നത് ഈ ബാക്കിക്കയം റെഗുലേറ്റർ കൊണ്ടാണ്. അപ്പോൾ ഇത് ഒരു അസൂയ എന്ന് പറയാൻ വേണമെങ്കിൽ, അസൂയ കൊണ്ട് കൃഷിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഇത് തുറന്നു വിടാൻ വേണ്ടിയിട്ട് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടെ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അതിനെ തടയാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായാലും ഒത്തുകൂടും, ഒന്നിച്ചു നിൽക്കും എന്നുള്ള ഒരു വിവരം ഇവരെ അറിയിക്കുകയാണ്. സുപ്രഭാതത്തിൽ ഈ പഞ്ചായത്ത് 10ഓളം പഞ്ചായത്തിലെ ജനങ്ങൾ മുഴുവൻ കുടിക്കുന്ന വെള്ളം തുറന്നു വിട്ടുകൊണ്ട് ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിക്കുകയും ഈ ഏപ്രിൽ, മെയ് മാസം, മാർച്ച് അടക്കമുള്ള സമയങ്ങളിൽ ഈ പഞ്ചായത്തുകളിലെ മുഴുവൻ ജനങ്ങളും ആശ്രയിക്കുന്നത് ഈ പുഴയുടെ തീരത്ത് നിൽക്കുന്ന ജലനിധി പദ്ധതികളെയാണ്. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഉദ്യോഗസ്ഥന്മാർ വരുന്നതെങ്കിൽ ജീവൻ കൊടുത്തും അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും ഇവിടെ എത്തിയിട്ടുള്ളത്. കുടിവെള്ളം എന്നുള്ള അമൂല്യമായ സമ്പത്തിന് വേണ്ടിയിട്ടാണ്. ജനങ്ങൾ ഒരു മറുപടിയും നമുക്ക് പറയാൻ കഴിയില്ല. ഇതുവരെ തുറന്നു വിട്ടാൽ ഇതിനെ ഫുൾ കപ്പാസിറ്റി 460 അത് വാട്ടർ അതോറിറ്റി പരിപൂർണമായി പാലിക്കാൻ തയ്യാറല്ല. അപ്പോൾ കൂടുതൽ വെള്ളം എടുക്കാനും വയ്യ, കുറച്ചെടുക്കാൻ വയ്യാത്ത രീതിയിലാണ് നമ്മളിവിടെ നിലപാട് തീർക്കുന്നത്. ഈ സമയത്ത് ഒരിക്കലും തുറന്നു വിടാൻ സാധ്യമല്ല എന്നാണ് അവരോട് പറയാനുള്ളത്. പിന്നെ അവരുടെ ഒരു കള്ളക്കളിയുണ്ട്, ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കള്ളക്കളിയും ഇന്നലെ വെളിച്ചത്തായിട്ടുണ്ട്. ഇന്നലെ ചില വോയിസിൽ നിന്നൊക്കെ രാത്രി പാതിര നേരത്തെ തുറന്നു വിട്ടാൽ മതി, ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും വോയിസുകളാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ വിശ്വാസം നമുക്ക് ഒരിക്കലില്ല. ആ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ വന്നിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഷട്ടർ 20 സെന്റിമീറ്റർ പൊക്കി വെള്ളം തുറന്നുവിടാനാണ് ജലവകുപ്പ് AXE PP ഷൈലിമോൻ, AEമാരായ UV ഷാജി, ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത്. വെള്ളം തുറന്നുവിടുന്നത് വേങ്ങര, കണ്ണമംഗലം, പറപ്പൂർ, ഊരകം, ഒതുക്കുങ്ങൽ, എടരിക്കോട്, പെരുമണ്ണ ക്ലാരി, തെന്നല, ഒഴൂർ പഞ്ചായത്തുകളിലെ വിവിധ കുടിവെള്ള പദ്ധതികൾക്ക് ജലം ശേഖരിക്കുന്നതിന് പ്രയാസം സൃഷ്ടിക്കുമെന്ന് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. 1.5 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ബാക്കിക്കയത്ത് തടയണ കെട്ടിയത്. രൂക്ഷമായ കുടിവെള്ള പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് അവ പരിഹരിക്കാനല്ലാതെ കാർഷിക ജലസേചനത്തിന് ഇവിടെ നിന്ന് തടയണ പൊക്കി ജലം തുറന്നുവിടാൻ അനുവദിക്കില്ലെന്നും ജനപ്രതിനിധികൾ നിലപാട് സ്വീകരിച്ചു. ബാക്കിക്കയം തടയണയിൽ ജലം സംഭരിച്ചു വെക്കാനുള്ള ശേഷി 4.60 മീറ്ററാണ്. തൊട്ടടുത്ത വാളക്കുളം പാടത്ത് കൃഷി വിളവെടുപ്പ് നടക്കാത്തതിനാൽ ഇത് 3.80 മീറ്ററായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ നിന്ന്
20 സെന്റിമീറ്റർ ഷട്ടർ ഉയർത്തി ജലം താഴേക്ക് തുറന്നുവിട്ടാൽ പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുകയും 7 കിലോമീറ്റർ ദൂരെയുള്ള കല്ലക്കയം പമ്പ് ഹൗസിൽ നിന്ന് ജലം ശേഖരിക്കുന്ന വേങ്ങര മൾട്ടി GP, കണ്ണമംഗലം സമഗ്ര കുടിവെള്ള പദ്ധതി, ഒതുക്കുങ്ങൽ JJM കുടിവെള്ള പദ്ധതി എന്നിവകളെ സാരമായി ബാധിക്കുമെന്നും പമ്പിങ്ങിന് ആവശ്യമായ ജലം ലഭിക്കാതെ വരുമെന്നും ജനപ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധം കനത്തതിനെ തുടർന്ന് ഷട്ടർ തുറക്കാനാവാതെ ജലവകുപ്പ് ഉദ്യോഗസ്ഥർ തിരിച്ചു പോകുകയാണുണ്ടായത്. ബുധനാഴ്ച വേങ്ങര, തിരൂരങ്ങാടി MLA-മാരുടെ പ്രതിനിധികളും വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരും കർഷകരും കുടിവെള്ള പദ്ധതി കമ്മിറ്റികളുടെയും സംയുക്ത യോഗം വിളിച്ചു വിഷയം ചർച്ച ചെയ്യുമെന്നും ജലവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് വേങ്ങര. Kavita Gold and Diamonds, the versatile jewelry.